മനുഷ്യ ജീവിത കാലഘട്ടത്തെ പ്രധാനമായും 5 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ പ്രധാനമായും 5 ഘട്ടത്തിലൂടെ ഒരു മനുഷ്യ ജീവിതം കടന്നു പോകുന്നു. ചില ഇംഗ്ലീഷ് എഴുത്തുകളിൽ ഇത് 12 സ്റ്റേജ് വരെ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും യൗവനത്തിന് ശേഷം വരുന്ന വാർദ്ധക്യമെന്ന് നമ്മൾ പറയുന്ന ആ ഘട്ടത്തിനെ അത് ചില 2-3 ഘട്ടങ്ങളാക്കി അതിനെ തരംതിരിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിൽ 35 വയസ്സ് വരെയാണ് യൗവന കാലഘട്ടമായി കണക്കാക്കുന്നത്. അതിനുശേഷമുള്ളത് വാർദ്ധക്യ കാലഘട്ടമായി കണക്കാക്കുമ്പോൾ അതൊരു നീണ്ട പീരീഡായി പോകുന്നു എന്നുള്ളത് കൊണ്ട് ചില ഇംഗ്ലീഷ് എഴുത്തുകാർ ആ ഭാഗത്തെ 35 വയസ്സിന് ശേഷമുള്ള പ്രായത്തെ വീണ്ടും ഘട്ടങ്ങളായിട്ട് തിരിക്കുകയും ഏർലി അഡൽട്ട്ഹുഡ്, പോസ്റ്റ് അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ് ഇങ്ങനെ വ്യത്യസ്തമായി തരംതിരിക്കുന്നുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ 55 വയസ്സിന് ശേഷം വാർദ്ധക്യമാണ് എന്നുള്ള ഒരു ചിന്തയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റും 55 വയസ്സിൽ പെൻഷൻ അനുവദിച്ചിരുന്നു നമ്മുടെ സർക്കാർ. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുർദൈർഘ്യം വർദ്ധിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതിയും ജീവിതചര്യകളിലെ വ്യത്യാസവും എല്ലാം ആയുസ് ദീർഘിപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം 55 എന്നുള്ളത് 60-ലേക്കോ 65-ലേക്കോ മാറ്റണമെന്ന് പല ഭാഗത്തു നിന്നും ശബ്ദമുയരുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തെ ചിന്തയിൽ പരമാവധി 65 വയസ്സിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പൊതുവെ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷം, 60-65 പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രായത്തിന്റെ കാലഘട്ടം. ഇത് തന്നെയാണെങ്കിലും ഈ പ്രായത്തിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു, ജീവിതം അവസാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള പൊതുവിലുള്ള ഒരു ചിന്തയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും ഈ പ്രായമായവർ 55, 60, 65 ചിലയിടത്ത് അതിൽ കൂടുതലോ വയസ്സ് കഴിഞ്ഞവരെ അവരെ ഒഴിവാക്കാനുള്ള ഒരു പ്രവണത പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഈ വാർദ്ധക്യത്തിന്റെ പ്രത്യേകതകൾ? വാർദ്ധക്യ കാലഘട്ടത്തെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു? ഈ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുതിർന്നവരെ അംഗീകരിക്കുകയും കരുതുകയും ചെയ്യുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. മുതിർന്നവരെ അംഗീകരിക്കുകയും കരുതുകയും ചെയ്യുക. ആരോഗ്യ പരിപാലന രംഗത്തെ വർദ്ധിച്ചു വരുന്ന സാധ്യതകളും ജീവിത രീതിയിലെ വ്യത്യാസവുമെല്ലാം മനുഷ്യന് പരമാവധി ഈ ഭൂവിൽ ജീവിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 60-65 വയസ്സിൽ മുമ്പ് കണ്ടിരുന്ന പല ആൾക്കാരും പടുവൃദ്ധനായിട്ടോ വൃദ്ധയായിട്ടോ കാണപ്പെട്ടിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചിരുന്ന പല അധ്യാപകരും, പെൻഷനാകുവാൻ പ്രായമായ പല അധ്യാപകരും പല്ലെല്ലാം കൊഴിഞ്ഞുപോയ, അതുപോലെ തലമുടിയെല്ലാം നരച്ച്, കവളെല്ലാം ഒട്ടി, ശരീരമെല്ലാം ചുളുങ്ങി നല്ല വയോധികരായിട്ട് കാണപ്പെട്ടിരുന്നവർ. ഇന്നത്തെ കാലത്ത് അതുപോലുള്ളവരെ കണ്ടാൽ ഏകദേശം ഒരു 85 വയസ്സ് 90 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ പ്രായം തോന്നിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ന് നിരവധി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു, ജീവിത രീതിയിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു കൂട്ടം വയോധികരായിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആരാണ് വയോധികർ? ഒരു കാലത്തിൽ നമ്മുടെ ഭവനങ്ങളിലെ നിർണായക തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഈ പ്രായമുള്ള ആൾക്കാർ. ഒരു ഭവനത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, ഒരു വീട് വയ്ക്കുന്ന കാര്യം, ഒരു വിവാഹത്തിന്റെ ആവശ്യം, പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു തീരുമാനം, ആ വീട്ടിലെ അംഗങ്ങളെ കുറിച്ചുള്ള ഒരു തീരുമാനമായാലും എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ടും ആ വീട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിലെ അപ്പച്ചനോട് അമ്മച്ചിയോട് പറഞ്ഞ് അവർ എന്ത് പറയുന്നു അതനുസരിച്ച് തീരുമാനിക്കാമെന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പൂർണ്ണമായും മാറി. ഭവനത്തിലെ മുതിർന്ന മാതാവ്, പിതാവ് അവരുടെ ഒരു തീരുമാനം എന്നതിനേക്കാൾ ഇന്ന് തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും വീട്ടിലെ കുഞ്ഞുങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പട്ടണത്തിലാണ്. അങ്ങനെയെങ്കിൽ വീട്ടുകാർ മുഴുവനും ആ ഗ്രാമത്തിലുള്ള വീട്ടുകാർ മുഴുവനും അവിടെ നിന്ന് പട്ടണത്തിലോട്ട് മാറി താമസിക്കുകയോ
വീട് വാങ്ങുകയോ വാടകയ്ക്ക് മാറുകയൊക്കെ ചെയ്യുന്നു. കാരണം അവരുടെ ലക്ഷ്യം അവരുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരണം, ആ ഒരു ചിന്തയിൽ. വീട്ടിൽ തന്നെ നോക്കുക, ടി വി കാണാനിരിക്കുമ്പോൾ ആ ടിവിയുടെ റിമോട്ട് മിക്കവാറും ആ വീട്ടിലെ കുട്ടികളുടെ കയ്യിലായിരിക്കും. അവരായിരിക്കും ഏത് ചാനൽ അപ്പനും അമ്മയും കാണണം എന്ന് പോലും തീരുമാനിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ എല്ലാ ചിന്തകളിലും കുഞ്ഞുങ്ങളുടെ ഭാവി കൂടെ ചിന്തിച്ച് കുഞ്ഞുങ്ങളുടെ ഇഷ്ടം കൂടെ പരിഗണിച്ചാണ് നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നത്. ഒരു കാര്യം വേണമോ വേണ്ടയോ, അതങ്ങനെ ചെയ്യണമോ വേണ്ടയോ. പക്ഷേ മുൻകാലത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അവസാന വാക്ക് ആ വീട്ടിലെ മുതിർന്ന അംഗത്തിൻ്റെ, അല്ലെങ്കിൽ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ നമ്മുടെ പപ്പയുടെയോ അമ്മയുടെയോ, അങ്ങനെ അവരുടെ തീരുമാനം അനുസരിച്ചായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ സെന്റർ ഇപ്പോൾ മാറിയിരിക്കുന്നു, കേന്ദ്രം, നമ്മുടെ ഭവനത്തിന്റെ കേന്ദ്രം മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഈ വയോധികരായിട്ടുള്ള പ്രായമായ മാതാപിതാക്കളാണ്. അവരുടെ അസ്തിത്വം, അവരുടെ സ്ഥാനം പലപ്പോഴും ഭവനത്തിൽ നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത. മുൻകാലങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സമയത്തും അത് എന്ത് നിലപാടെടുക്കണമെന്ന് പോലും യുവതലമുറ തീരുമാനിച്ചിരുന്നത് മുതിർന്നവരുടെ അഭിപ്രായം തേടിയിട്ടായിരുന്നു. ഇന്നപ്രകാരമല്ലല്ലോ. ഇന്ന് മുതിർന്നവർക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ അവർ തീരുമാനിക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. പിന്നെ അതിലൊരു ശബ്ദം സംഭവിക്കുമ്പോഴാണ് അയ്യോ അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ല എന്നൊരു ചിന്ത വരുന്നത്. മറ്റാരുടെ അഭിപ്രായം പുതിയ തലമുറ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. ഒരിക്കലും ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഈശ്വരനെ കണ്ടുമുട്ടി. ഈശ്വരനോട് പറഞ്ഞു, അല്ലയോ ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങ് എനിക്ക് 3 അടയാളങ്ങൾ നൽകണം. ഈ 3 അടയാളങ്ങൾ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ മരിക്കാറായി. അതുകൊണ്ട് എൻ്റെ ജീവിതമൊക്കെ ഞാൻ ക്രമീകരിച്ച് ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളാം. വർഷങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലേക്ക് എത്തി. ദൈവത്തെ വീണ്ടും കണ്ടുമുട്ടി. ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്ത് പണിയാ കാണിച്ചേ? ഞാൻ പ്രത്യേകമായിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ലേ ഈ മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു 3 അടയാളങ്ങൾ നൽകണമെന്ന്. പക്ഷെ അങ്ങ് ഒരു അടയാളം നൽകിയില്ലല്ലോ. ഞാനിപ്പോൾ മരിച്ചു ഞെത്തി, എനിക്ക് ഒരുങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അതിന് ദൈവം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് 3 അടയാളങ്ങൾ നൽകിയിരുന്നു, പക്ഷേ നീ അത് ശ്രദ്ധിച്ചില്ല. ഒന്നാമതായിട്ട് നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ കുറച്ചു. നീ അതിന് പകരം ആശുപത്രിയിൽ പോയി കണ്ണിന്റെ തിമിരം മാറ്റി വ്യക്തമായി കാണാൻ വേണ്ടി കണ്ണാടി വെച്ചു. അത് ശരീരത്തിന്റെ ഒരു ബലഹീനതയായിട്ട് മാത്രം നീ കണ്ടു. രണ്ടാമതായിട്ട് ഞാൻ നിന്റെ തലമുടികൾ വെളുപ്പിച്ചു, നിന്റെ തലയിൽ നര കൊണ്ടുവന്നു. അപ്പോൾ നീ എന്താ ചെയ്തത്? നീ ബ്യൂട്ടി പാർലറിൽ പോയി നിന്റെ തലമുടി കറുപ്പിച്ച് നിന്റെ നരയെ നീ ഒളിപ്പിച്ചു വെച്ചു. മൂന്നാമതായിട്ട് ഞാൻ നിന്റെ പല്ലുകൾ കൊഴിച്ചു കളഞ്ഞു. നീ ഡെന്റിസ്റ്റിനെ കണ്ടു, പകരം പല്ല് വെച്ചു. നീ ആരോഗ്യത്തോടെ നടക്കുന്നുവെന്ന് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നിരവധി ആൾക്കാർ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ആധുനികമായ മെഡിക്കൽ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഭംഗിയായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് ഉചിതം തന്നെ. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഈ വാർദ്ധക്യത്തിലായ മാതാപിതാക്കൾ ഭവനത്തിലെ മക്കൾക്കൊരു ബാധ്യതയായി തീരാറുണ്ട്. വിവിധ കാരണങ്ങൾ നമുക്കതിൽ കാണുവാൻ സാധിക്കും. പലപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾക്കുള്ള വസ്തുവകകൾ മക്കൾ എഴുതി വാങ്ങുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ മക്കളെ ഒരു നല്ല നിലയിലെത്തിക്കുന്നു, ഒരു ജീവിത മേഖലയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളെ വീണ്ടും സാമ്പത്തികമായി സഹായിക്കുവാൻ കഴിയാത്ത ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ വാർദ്ധക്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ മക്കൾ ചിന്തിക്കുന്നു, ഇനി ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം? പലരും ചിന്തിക്കുന്നത് ഈ വാർദ്ധക്യത്തിലുള്ളവർ ഉപയോഗശൂന്യരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണമില്ലാത്തവരാണ്, നാളേക്ക് ഉപയോഗമില്ലാത്തവരാണ്, ഇതൊരു യൂസ്ലെസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് പീപ്പിളായിട്ട് ഈ വയോധികർ മാറുന്നു. ആ സാഹചര്യത്തിൽ ഈ മക്കൾ എന്താ ചെയ്യുന്നത്? ഈ മാതാപിതാക്കളെ കൊണ്ടാക്കുവാനായിട്ട് അവർ വൃദ്ധസദനങ്ങളെ കണ്ടെത്തുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ
വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൂണുപോലെ വൃദ്ധസദനങ്ങൾ മുളച്ചു വരുന്നു. മുളയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് തഴയ്ക്കുന്നു, വളരുന്നു. നിരവധി പേർ അവരുടെ അമ്മയപ്പന്മാരെ ഈ വൃദ്ധസദനത്തിൽ ആക്കിയിട്ട് അവരുടെ ജോലി തേടി, അവരുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, വയോധികരെ കരുതുക എന്നത് തമസ്കരിക്കാനാകാത്ത ക്രിസ്തീയ ദൗത്യം. വയോധികരെ കരുതുക എന്നത് തമസ്കരിക്കാനാകാത്ത ക്രിസ്തീയ ദൗത്യം. സമൂഹം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സമൂഹത്തിലെ വയോധികരെ കരുതുക എന്നത്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമൂഹത്തെയും കുടുംബത്തെയും കൈപിടിച്ചുയർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ആരോഗ്യം അല്പം ക്ഷയിക്കുമ്പോൾ, കഴിവുകൾ അല്പം കുറയുമ്പോൾ എങ്ങനെയാണ് അവർ അനാവശ്യമായി അല്ലെങ്കിൽ ഭാരമായി വീട്ടുകാർക്കോ സമൂഹത്തിനൊക്കെ തോന്നുന്നത്? ഒരുപക്ഷെ ചികിത്സ സമൂഹത്തിനാണ് ആവശ്യം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കൾ നേരിടുന്ന, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് അവഗണന. ഒരു ദിവസം വരെ, അല്ലെങ്കിൽ പെൻഷനാകുന്ന സമയം വരെ, അല്ലെങ്കിൽ രോഗിയായി തീരുന്ന സമയം വരെ കുടുംബത്തിന് വേണ്ടി, നാടിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കുടുംബത്തെ നയിച്ച വ്യക്തി രോഗിയായി തീരുമ്പോൾ, ഉദ്യോഗസ്ഥരാണെങ്കിൽ പെൻഷനായി തീരുമ്പോൾ പിന്നെ തങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു. മറ്റുള്ളവർ, മക്കളോ സമൂഹത്തിലെ മറ്റു പ്രിയമുള്ളവരൊക്കെയോ ആ വ്യക്തിയെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്നു. മുൻകാലത്ത് ആ വ്യക്തിയെ കൊടുത്തിരുന്ന ആദരവും പരിഗണനയും സ്നേഹവും ആ ഒരു പ്രാധാന്യവും സമൂഹം കൊടുക്കാതെ വരുമ്പോൾ, കുടുംബത്തിലുള്ളവർ കൊടുക്കാതെ വരുമ്പോൾ, ഈ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ അവർ തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു ബോധ്യം, ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകും. ഇത്തരത്തിലുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിൽ ഞങ്ങൾക്കിനി ഈ ഭൂവിൽ ജീവിച്ചിട്ട് എന്തോന്ന് കാര്യം, ആ ഒരു ചിന്ത അവരെ ക്രമേണ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. വിഷാദം, മറ്റു ചില രോഗങ്ങൾ, ഇതൊക്കെ ക്രമേണ അവരിൽ തലവെക്കും. അതുകൊണ്ടാണ് ചില ഉദ്യോഗസ്ഥർ പെൻഷനാകുന്ന ദിവസം വരെയും വളരെ ഊർജ്ജസ്വലമായ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നവർ പെൻഷനായി 2-3 മാസം കഴിയുമ്പോഴേക്കും അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ പൂർണ്ണമായും തകർന്ന സ്റ്റേജിലേക്ക് എത്തിച്ചേരും. നിരവധി ഭവനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പെൻഷനാവുന്ന ദിവസം വരെ വളരെ ആക്റ്റീവായിരുന്ന വ്യക്തി പെട്ടെന്ന് രോഗിയാകുന്നു. അതുവരെ ഇല്ലാത്ത രോഗങ്ങൾ അദ്ദേഹത്തിൽ വെളിപ്പെട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ സംസാര രീതി മാറുന്നു, ആരോഗ്യസ്ഥിതിക്ക് മാറ്റം വരുന്നു, പെട്ടെന്ന് അദ്ദേഹം രോഗിയായി തീരുന്നു. കാരണം തനിക്കിനി ഒന്നും ചെയ്യുവാനില്ല, ഇനി ഈ ഭൂവിലെ എൻ്റെ ജീവിതം തന്നെ ഒരു അനാവശ്യമാണെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാകുന്നു. ഇതിന് കാരണം സമൂഹമാണ്. മുതിർന്നവരെ അവഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിൽ അവർക്ക് സംഭവിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ഭവനത്തിൽ തന്നെയുള്ള അപ്പൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഇവർ ഈ അവഗണനയുടെ ഭാഗമായി തീരാറുണ്ട്. നമ്മുടെ ഒരു വാക്കിന് വേണ്ടി, നമ്മോടൊപ്പം സംസാരിക്കുവാൻ വേണ്ടി, അല്പസമയം മക്കളോട്, കൊച്ചുമക്കളോടൊക്കെ ഒന്നിരിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് രോഗമാണ്, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ചിലർക്ക് കിടക്കുമ്പോൾ തന്നെ മൂത്രം പോകുന്ന പ്രശ്നമുണ്ടാകാം, അതിൻ്റെ ദുർഗന്ധം ഉണ്ടാകാം, ശരീരത്തിൽ വിയർപ്പിൻ്റെ ആ ഒരു ദുർഗന്ധം ഉള്ളവരുണ്ടാകാം. നമ്മൾ കഴിയുന്നതും ആ മാതാപിതാക്കളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നു. അവരെ സ്പർശിക്കുവാനോ സംസാരിക്കുവാനോ അവരോട് അല്പം ഇരിക്കുവാനോ അവരോട് കൂട്ടായ്മയിലായിരിക്കുവാനോ നമ്മൾ താല്പര്യപ്പെടില്ല. നമ്മൾ അവരെ പ്രത്യേക ഒരു മുറിയിലാക്കി അവർക്കൊരു എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ ഫാനും ചിലർ AC ഒക്കെ വെച്ച് എല്ലാ സംവിധാനങ്ങളും കൊടുക്കും. പക്ഷെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും അവർക്ക് ഉണ്ടാകുന്നില്ല. ഇതിന്റെ ഫലമായി വേഗത്തിൽ അവർ രോഗികളായിത്തീരുന്നു. അവരുടെ മാനസിക സംഘർഷം മറ്റുള്ളവരെ അറിയുന്നു. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇത് അവർക്ക് ഷുഗറിന്റെ അസുഖം ഉള്ളത് കൊണ്ടാണ്, പ്രഷർ കൂടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക ബലഹീനത അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഇപ്രകാരം അവർ സംസാരിക്കുന്നത്, അവർ പ്രതികരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും.
നമ്മൾ അറിയുന്നില്ല, അവരുടെ മനസ്സിന്റെ അവസ്ഥ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അവഗണന ആ വ്യക്തികളെ വളരെ 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 ഭാരമായിട്ട് വളരെ ആഴത്തിൽ അവരെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രശ്നമാണ് പരിഹാസം. നമ്മുടെ ഭവനങ്ങളിൽ, പല വീടുകളിലും, പല സമൂഹങ്ങളിലും ഈ മുതിർന്നവർ പരിഹാസമാണ്. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ മണ്ടത്തനമായിട്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. അവർ മനസ്സിലാക്കിയ കാര്യം ഒരുപക്ഷെ അവർ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ വീക്ഷണത്തിൽ അത് തെറ്റായിരിക്കാം. ഇത് അവർ പറയുമ്പോൾ, അവരത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇവരൊന്നും അറിയാത്ത ഒരു മണ്ടനാണ്, മണ്ടിയാണ് എന്ന് ചിന്തിച്ച് സമൂഹം അവരെ പരിഹസിക്കുക. അവർ നടക്കുമ്പോൾ, ഒരു അഭിപ്രായം പറയുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ കളിയാക്കുവാനും പരിഹസിക്കുവാനും യുവതലമുറകൾ ശ്രമിക്കുമ്പോൾ ഇത് ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഉള്ളിലെ മുറിവും വേദനയും എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവർ നടക്കുന്ന രീതി, അവർ സംസാരിക്കുന്ന രീതി, അവർ കേൾക്കുന്ന രീതി, അവർ ഇടപെടുന്ന രീതി എല്ലാം വ്യത്യസ്തമാണ്. കാരണം അവരുടെ പ്രായം, വാർദ്ധക്യം, ആ വാർദ്ധക്യത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ബലഹീനതകൾ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഈ ബോധ്യം അവരെ ശുശ്രൂഷിക്കുന്ന നമുക്കുണ്ടാകണം. ചികിത്സ വേണ്ടത് വൃദ്ധ മാതാപിതാക്കൾക്കല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. തീർച്ചയായിട്ടും ഈ വൃദ്ധ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വിവിധ രോഗങ്ങളാണ്. പലതരത്തിലുള്ള ശാരീരിക ബലഹീനതകൾ ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ അവരിൽ ഉയർന്നു വരും. ഒരുപക്ഷെ അതുവരെയും അവരിൽ പ്രകടമാകാതിരുന്ന പല രോഗങ്ങളും രോഗലക്ഷണങ്ങളും അവരുടെ ജീവിതത്തെ തന്നെ വളരെ ദോഷമായിട്ട് ബാധിക്കും. പ്രധാനമായും മറവി, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ 60 വയസ്സിന് ശേഷം ആർക്കും സംഭവിക്കാം എന്നുള്ള തരത്തിലാണ്. അതുപോലെ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ വളരെ വേഗത്തിൽ നമ്മളുടെ പല മുതിർന്നവരും ഇത്തരത്തിലുള്ള രോഗത്തിന് അടിമകളായി പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിഗണന അർഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ മാതാപിതാക്കൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവരെ കരുതണം, അവരെ സംരക്ഷിക്കണം, അവരെ സ്നേഹിക്കണം. ഇത് സമൂഹത്തിലെ യുവതലമുറയുടെ, മക്കളുടെയും മരുമക്കളുടെയും മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിന്റെ ഉത്തരവാദിത്വമായിട്ട് ഇത് മാറണം എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ മാതാപിതാക്കൾ ബലഹീനമായി തീരുന്നു. ഈ പ്രധാനമായിട്ടും വാർദ്ധക്യ കാലഘട്ടത്തെ സെക്കൻഡ് ഇൻഫന്റ് ഏജ് എന്നാണ് പറയുന്നത്. 2ാം ശൈശവം എന്നാണ് വാർദ്ധക്യ കാലഘട്ടത്തെ പറയുന്നത്. ഒരു ശിശു എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കുമോ ആ ഒരു പ്രതികരണങ്ങളായിരിക്കും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ കൊച്ചുകുട്ടി, നമ്മുടെ കുഞ്ഞ്, അവൻ 1 വയസ്സ് 2 വയസ്സാകുമ്പോൾ അവരെന്തൊക്കെ തെറ്റുകൾ ചെയ്താലും, എന്തൊക്കെ മണ്ടത്തരം പറഞ്ഞാലും, ഏതൊക്കെ ബലഹീനത അവനുണ്ടായാലും നമ്മളവരെ സ്നേഹിക്കുകയും അവരെ ഓടിച്ചെന്ന് കയ്യിലെടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പരിഗണനയാണ് നമ്മുടെ ഭവനത്തിലെ മാതാപിതാക്കൾ അവർ അർഹിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ അവരുടെ ചില ചെയ്തികൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കാം. നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ നിലവിളിച്ച് കരയുന്നത് പോലെ മാതാപിതാക്കളും അവർ ശബ്ദമുണ്ടാക്കുകയും അവരൊരുപക്ഷെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. കാരണം അവർക്ക് ഓരോ പ്രതികരണങ്ങളും അവർക്ക് കൂടെ ശ്രദ്ധ കിട്ടുവാനും ആ ഒരു കെയർ അവർക്ക് ലഭ്യമാകാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മളത് മനസ്സിലാക്കാറില്ല. നമ്മളെന്താ ചിന്തിക്കുന്നത്? അവർക്ക് ഒരിടത്ത് മിണ്ടാതെ കിടന്നുകൂടെ, അവർക്ക് എന്തോ അതിൻ്റെ കുറവാണ്, എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നല്ലോ ഞങ്ങൾ, അതുകൊണ്ട് അവർക്ക് ഒരു സ്വസ്ഥമായിട്ട് അവരുടെ അടുത്ത് കിടന്നാൽ മതി. ഇതാണ് നമ്മുടെ ചിന്തയും നമ്മുടെ ധാരണകളും. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മൂത്തവനെ അപ്പനെ പോലെയും ഇളയവനെ സഹോദരനെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മയെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും കാണണം. വിധവമാരെ സംരക്ഷിക്കണം, കരുതണം. ഈ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വമാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്വമില്ലാത്ത നാളെയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ ഭാവി, എൻ്റെ സമൂഹത്തിന്റെ ഭാവി, എൻ്റെ ജീവിതത്തിന്റെ ഭാവി
ഇത്തരത്തിലുള്ള ചിന്ത മാത്രം ഓരോ യുവതലമുറയുടെയും മനസ്സിൽ വരുമ്പോൾ ആ തലമുറയോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളെ, സമൂഹത്തിലെ മുതിർന്നവരെ, സമൂഹത്തിൽ നിരാലംബരായവരെ നിങ്ങൾ കൈത്താങ്ങണം, സംരക്ഷിക്കണമെന്നതാണ്. സഭയുടെ ദൗത്യമാണ് മുതിർന്നവരെ കരുതുക എന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഈ മുതിർന്നവരെ സംരക്ഷിക്കുക എന്നത്. എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഓൾഡ് ഏജ് ഹോമിനാണോ? ഒരു ശൈശവകാലം മുതൽ എന്നെ വളർത്തി ഒരു നിലയിലെത്തിച്ച എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സമൂഹത്തിലെ പ്രിയമുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? തീർച്ചയായിട്ടും അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തിലെ മുതിർന്നവരെ കരുതേണ്ടുന്നത് ഒരിക്കലും നമസ്കരിക്കാനാകാത്ത ഒരു ക്രിസ്തീയ ദൗത്യമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. രണ്ടാമതായി, വയോധികർ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അമൂല്യ ശേഖരമാണ്. വയോധികർ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അമൂല്യ ശേഖരമാണ്. ഓരോ അനുഭവങ്ങളും ഓരോ അറിവിലേക്കും ജ്ഞാനത്തിലേക്കും നയിക്കും. ജ്ഞാനം, വിവേകം കൂടുന്നതനുസരിച്ച് ജ്ഞാനം വർദ്ധിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. തലയിൽ നരയുള്ളത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അത്രയും പ്രായത്തിന്റെ, അത്രയും നാൾ ഭൂമിയിൽ ജീവിച്ചതിന്റെ ആ അറിവിലൂടെ, അനുഭവത്തിലൂടെ നേടിയ വിജ്ഞാനം ആ മനുഷ്യനുണ്ടായിരിക്കും എന്നത് തന്നെയാണ്. മുതിർന്നവർ ഓരോരുത്തരും അറിവിന്റെ കേന്ദ്രങ്ങളാണ് എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പക്ഷെ ഇന്നത്തെ ആധുനിക ചിന്തയിൽ മുതിർന്നവർ ചെയ്യുന്ന തെറ്റാണെന്നും ഈ പരിചയസമ്പന്നർ അവരുടെ തീരുമാനങ്ങൾ പലതും തെറ്റാണ്, പുതിയ യുവതലമുറയ്ക്കാണ് കാര്യങ്ങൾ അറിയാവുന്നത്, അതുകൊണ്ട് അതാണ് ശരിയെന്നും ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ഒരു രാജാവ്, അദ്ദേഹം രാജാവായി പ്രവേശിച്ചപ്പോൾ, രാജാവായി അഭിഷേകം ചെയ്തുപെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവിറക്കി. അദ്ദേഹം പറഞ്ഞതാണ്, ഈ നാട്ടിൽ യുവതീ യുവാക്കൾ മാത്രം മതി, വാർദ്ധക്യത്തിലുള്ള എല്ലാവരെയും കൊന്നുകളയണം. എന്റെ രാജ്യം ഒരു സുന്ദര രാജ്യമായിരിക്കണം. ഇവിടെ രോഗമുള്ളവരും ദുഃഖമുള്ളവരും കഷ്ടപ്പെടുന്നവരും അങ്ങനെയുള്ളവരൊന്നും നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനും നമുക്ക് വേണ്ട. അവരെല്ലാം കൊന്നുകളയാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന്റെ ആജ്ഞ അവിടത്തെ സൈന്യം അനുസരിച്ചു. നാട്ടിലുള്ള സകല വൃദ്ധരെയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ നാട് കാണുമ്പോൾ യുവതീ യുവാക്കൾ മാത്രമുള്ള സുന്ദരമായ ഒരു ആരോഗ്യകരമായ ഒരു നാട് എന്ന് കാണുന്നവർക്ക് തോന്നും. ചില നാൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു സഞ്ചാരി ഈ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവെ, ഞാൻ ഈ നാട് കാണുകയായിരുന്നു. വളരെ മനോഹരമായ നാടാണ്. ധാരാളം യുവതികളും യുവാക്കളും മാത്രമുള്ള ഒരു നാട്. വൃദ്ധരെയോ അല്ലെങ്കിൽ ക്ഷീണിതരെയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. വാർദ്ധക്യം ഈ നാട്ടിൽ കാണാനേയില്ല. എത്ര മനോഹരം! ഈ നാട്ടിലുള്ള യുവാക്കൾക്കായിട്ട് ഞാനൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. വിജയികൾക്ക് ഞാൻ സമ്മാനം നൽകും. രാജാവിന് സന്തോഷമായി. തന്റെ നാടിന്റെ ആ ഒരു പാണ്ഡിത്യം മറ്റു രാജ്യങ്ങൾ കൂടെ അറിയുന്നത് നല്ലതാണല്ലോ. പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിന്റെ പുറകിലുള്ള കുളത്തിന്റെ കരയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരോടും ഈ സഞ്ചാരി ആവശ്യപ്പെട്ടു. രാജാവ് അതനുസരിച്ച് അവിടുത്തെ ജ്ഞാനികളോടും മറ്റു യുവാക്കളോടും പറഞ്ഞു, എല്ലാവരും കൊട്ടാരത്തിന്റെ പുറകു ഭാഗത്തുള്ള കുളത്തിന്റെ തീരത്തേക്ക് എത്തിച്ചേരണം. എല്ലാവരോടും എത്തിച്ചേർന്നു. അവിടെ ആ സഞ്ചാരി അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കുള്ള ടാസ്ക്, ദൗത്യം ഇതാണ്. ഈ കുളത്തിൽ ഒരു നിധികുടം ഇരിപ്പുണ്ട്, നിധികുംഭം ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കുളം നല്ല നിശ്ചലമായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വെള്ളത്തിലുള്ള നിധികുംഭം ഇറങ്ങി എടുത്തുകൊണ്ടുവരുന്ന വ്യക്തി, അദ്ദേഹമാണ് വിജയി. കരയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ ആ നിധികുംഭം ഇരിക്കുന്നത് കാണാം. അത് കണ്ട് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിപ്പോയി അത് എടുത്തുകൊണ്ട് വരിക. അവർ അല്പം കഴിഞ്ഞപ്പോൾ, ഒരു 9 മണി കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം വന്നു. അപ്പോഴേക്കും കുളത്തിൽ നിധികുംഭം ഇരിക്കുന്നത് എല്ലാവരും കണ്ടു. ഓരോരുത്തരായിട്ട് ഈ നിധികുംഭം എടുക്കുവാൻ വേണ്ടി വെള്ളത്തിലിറങ്ങി. പക്ഷെ വെള്ളത്തിലിറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ ഓളം ഉണ്ടാകും. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴുള്ള ഓളം, ആ ഓളം ഉണ്ടാകുമ്പോൾ ഈ നിധികുംഭം എവിടെ ഇരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. വെള്ളത്തിൽ അലച്ചിലുണ്ടാകുമ്പോൾ
ആ ഓരോ മനുഷ്യരും ഇറങ്ങി ആ കുളത്തിൽ പല ഭാഗത്തും പരിശോധിക്കും. കുംഭം കിട്ടാതെ തിരിച്ച് കയറി വരും. ആദ്യത്തെ ദിവസം നിരവധി പേർ ഈ നിധി കുംഭം എടുക്കുവാനായിട്ട് പരിശ്രമിച്ചു. കഴിഞ്ഞില്ല. ആ മത്സരം 2ാം ദിവസത്തിലോട്ട് മാറ്റിവെച്ചു. 2ാം ദിവസവും അതുപോലെ തന്നെ. 3ാം ദിവസവും കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ടും കരയ്ക്ക് നോക്കുമ്പോൾ ഈ വെള്ളത്തിൽ നിധിയുടെ കുംഭം കാണാം. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഓളം കാരണം ഇത് കാണാൻ കഴിയുന്നില്ല, ഇതെവിടെ നിന്ന് അറിയാൻ കഴിയുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല. ഈ സഞ്ചാരി പരിഹസിക്കാൻ തുടങ്ങി. ധാരാളം യുവാക്കളും യുവതികളും ഒക്കെ ഉള്ള ഒരു നാടാണ്. ഇത്രയും ശക്തമായ ഒരു രാജ്യത്തിന് ഒരു ചെറിയ ഒരു ടാസ്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല, കാണുന്ന ഒരു സംഗതി എടുത്തു തരാൻ കഴിയുന്നില്ലല്ലോ. 4ാം ദിവസം ഇത് മാറ്റിവെച്ചു. അന്ന് അവസാന ദിവസമാണ്, ഈ മത്സരം അവസാനിക്കുന്ന ദിവസമാണ്. രാജാവിന് ആകെ ലജ്ജ തോന്നി. തന്റെ രാജ്യം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാൻ പോവുകയാണ്. 4ാമത്തെ ദിവസം ഒരു യുവാവ് ആ കുളക്കരയിൽ വന്നു. ഇത് പറഞ്ഞു, രാജാവേ, ഞാൻ ആ നിധി കുംഭം എടുക്കുവാൻ പോവുകയാണ്. ആ സഞ്ചാരി പറഞ്ഞു, ഓക്കെ, എടുത്തോളൂ, എങ്കിൽ നിങ്ങൾ വിജയിയായിരിക്കും. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് 100 കണക്കിന് ആൾക്കാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. താങ്കൾ നോക്കൂ. ഇത് പറഞ്ഞ ഉടൻ തന്നെ ഈ മനുഷ്യൻ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് പകരം അടുത്തു നിന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി. ആ മരത്തിന്റെ മുകളിൽ കൊമ്പുകൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന നിധി കുംഭം അദ്ദേഹം എടുത്തുകൊണ്ടെന്ന് പറഞ്ഞു, രാജാവേ, ഇതാണ് ആ നിധി കുംഭം. ഇതിന്റെ നിഴലാണ് നമ്മൾ വെള്ളത്തിൽ കാണുന്നത്. വെള്ളത്തിൽ കാണുന്ന നിഴൽ യഥാർത്ഥ നിധി കുംഭമാണെന്ന് വിചാരിച്ച് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങി അന്വേഷിക്കുന്നു. പക്ഷേ ഈ സഞ്ചാരി ഈ മരത്തിന്റെ മുകളിലായിരുന്നു ഈ നിധി കുംഭം ഒളിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതാ ഞാനതിനെ കണ്ടെത്തിയിരിക്കുന്നു. രാജാവിന് സന്തോഷമായി. തന്റെ രാജ്യത്തിലെ പ്രജകൾക്കൊക്കെ ബുദ്ധിയും ജ്ഞാനവും ലോകമറിയാൻ പോകുന്നല്ലോ. രാജാവ് ചോദിച്ചു, ഇതെങ്ങനെയാണ് നീ ഇത് കണ്ടെത്തിയത്? ഈ മരത്തിന്റെ മുകളിലാണ് ഈ നിധികുടം ഇരിക്കുന്നതെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ നാട്ടിലുള്ള എല്ലാ വൃദ്ധരായവരെയും കൊന്നുകളയുവാൻ. എന്റെ അപ്പനും അമ്മയും വൃദ്ധരാണ്. ഞാനും ചെയ്തൊരു കാര്യമുണ്ട്. അങ്ങ് ഈ കൽപ്പന പുറപ്പെടുവിച്ച ഉടൻ തന്നെ എന്റെ അപ്പനെയും അമ്മയെയും ഞാൻ അടുത്ത രാജ്യത്തിലോട്ട് മാറ്റി. ഇപ്പോൾ അവർ അടുത്ത രാജ്യത്തിലാണ് താമസം. അവർ അവിടെ താമസിക്കുകയാണ്. ഇവിടെ നമുക്കുണ്ടായ ഈ പരാജയം, ഇന്നലെ ഞാൻ ആ നാട്ടിൽ പോയി എന്റെ അപ്പനെ കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇവിടെ ഒരു സഞ്ചാരി വന്നു, ഞങ്ങളോട് ഒരു മത്സരത്തിന് ആവശ്യപ്പെട്ടു, ഞങ്ങൾ എല്ലാവരും പരാജയപ്പെട്ട് തോറ്റു മാറി നിൽക്കുകയാണ്. അപ്പോൾ എന്റെ പിതാവാണ് പറഞ്ഞത്, അങ്ങനെ വെള്ളത്തിലായിരിക്കില്ല ആ കുടം അടുത്തുള്ള ഏതെങ്കിലും മരത്തിന്റെ മുകളിലായിരിക്കും ഉള്ളത്. അവരുടെ അറിവ്, അവരുടെ ജ്ഞാനം നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു. രാജാവിന് തെറ്റ് മനസ്സിലായി. വൃദ്ധർ സമൂഹത്തിൽ അന്യരായി നിൽക്കേണ്ടവരല്ല, സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. ആരാണ് ഈ മാതാപിതാക്കൾ? വൃദ്ധ മാതാപിതാക്കൾ. നമ്മുടെ തന്നെ അസ്തിത്വമല്ലേ അവർ? ജ്ഞാനത്തിന്റെ നിറകുടമാണ് അവർ ഓരോരുത്തരും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശിമ്യോൻ എന്നു പേരുള്ള ഒരു വയോധികൻ ശിശുവുമായി വരുന്ന മറിയയെ കണ്ട് ആ ശിശുവിനെ കയ്യിൽ വാങ്ങി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കാണാൻ കഴിയുന്നു. ശിമ്യോൻ മനസ്സിലായി, ഇത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവപുത്രനാണ് പിറന്നിരിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? ആ വയോധികന് ഇതിനുള്ള ജ്ഞാനമുണ്ടായിരുന്നു, അതിനുള്ള അറിവുണ്ടായിരുന്നു. നമ്മുടെ മധ്യത്തിലുള്ള നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ അറിവും ജ്ഞാനവും നമ്മൾ പലപ്പോഴും തമസ്കരിക്കുകയാണ്. പല കാര്യങ്ങളിലും നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു. അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം, അയ്യോ, എന്റെ പപ്പയ്ക്ക് അറിയാമായിരുന്നു, എന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, എന്റെ മുത്തശ്ശൻ അറിയാമായിരുന്നു, മുത്തശ്ശിക്ക് അറിയാമായിരുന്നു, അത് ഇപ്പൊ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. അറിവിന്റെ കേദാരങ്ങളായ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരിൽ നിന്ന് അറിവ് ആർജിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരുകയും അർത്ഥമൂല്യമുള്ളതായി തീരുകയും ചെയ്യുന്നത്. 3-ാമതായി, മാതാപിതാക്കളെ അനുഗ്രഹമായും അവരെ സംരക്ഷിക്കുന്നത് അഭിമാനമായും കരുതുക. മാതാപിതാക്കളെ അനുഗ്രഹമായും അവരെ സംരക്ഷിക്കുന്നത് അഭിമാനമായും കരുതുക. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 28-ാം വാക്യം മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവിടെ വൃദ്ധനായ യാക്കോബ് മകനായ യോസഫിനെ കാണുവാനായി വരികയാണ്. യോസഫിനെ കാണുവാനായി
പിതാവായ യാക്കോബ് വന്നപ്പോൾ ആ പിതാവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു, കൈക്കൊണ്ടു. ആ പിതാവിന് പാർക്കുവാനുള്ള ക്രമീകരണങ്ങൾ മകൻ ചെയ്തു. ആ പിതാവിന്റെ ആവശ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു മകനായി യോസെഫിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് 20-ാം അധ്യായം 12-ാം വചനം. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് തലമുറകളുടെ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ ദൈവകൃപയിൽ വളർത്തിയെടുക്കേണ്ടത് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി കരുതുന്നു, അവർക്കായി അധ്വാനിക്കുന്നു, ദൈവകൃപയിൽ അവരെ ഉയർത്തുന്നു. അതേസമയം ഈ മാതാപിതാക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വം, സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, വാർദ്ധക്യത്തിൽ അവരെ കൈത്താങ്ങുവാനുള്ള ദൗത്യം ഓരോ മക്കൾക്കുമാണ്. അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നിരവധി കാര്യങ്ങൾ, 1-2 വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, സ്വത്തിനു വേണ്ടി മക്കളും മാതാപിതാക്കളും തമ്മിൽ തർക്കം, സഹോദരൻ സഹോദരനെ കൊന്നു. മറ്റൊരു വാർത്ത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തർക്കം, അമ്മ പെരുവഴിയിൽ. മറ്റൊരു വാർത്തയിൽ വൃദ്ധയായ മാതാവിനെ പട്ടിക്കൂട്ടിൽ അടച്ച മക്കൾ, വീട്ടിന്റെ പുറത്ത് ഒരു ചായ്പിറക്കി, ആ ചായ്പിൽ അമ്മ താമസിക്കുന്നു, മക്കൾ വീട്ടിനകത്ത് താമസിക്കുന്നു. വാർത്തയിൽ ഉൾപ്പെടാത്ത എന്തുമാത്രം സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ചില വീട്ടിൽ അപ്പൻ അമ്മ പ്രത്യേകം കഞ്ഞി വെച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ വീട്ടിനകത്ത് മകനും മരുമകളും മക്കളും വേറെ പ്രത്യേകിച്ച് അവർ കഞ്ഞി വയ്ക്കുന്നു, അവർ ആഹാരം ഉണ്ടാക്കുന്നു, അവർ ജീവിക്കുന്നു. അപ്പനും അമ്മയും വീട്ടിന്റെ പുറത്ത്. അപ്പന്റെയും അമ്മയുടെയും സമ്പത്ത് സ്വീകരിച്ച മക്കൾ അവരുടെ സ്വത്തിന് അയിത്തമില്ല, അവരുടെ സമ്പത്തിന് അവർക്ക് വേണ്ട എന്നില്ല. സമ്പത്ത് വേണം, ഭൂമി വേണം, പണം വേണം, പക്ഷെ അപ്പനും അമ്മയും വേണ്ട. കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അപ്പനോട് സംസാരിക്കാൻ സമയമില്ല, അമ്മയോട് സംസാരിക്കുവാൻ സമയമില്ല, അവർക്ക് ആഹാരം കൊടുക്കുവാൻ സമയമില്ല, അവരെ കരുതുവാൻ സമയമില്ല, അവരെ മാറ്റി നിർത്തുന്നു. ഈ തലമുറയുടെ നാളുകൾ എങ്ങനെയായിത്തീരും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ചില ബോധ്യങ്ങളുണ്ട്, ചില തിരിച്ചറിവുകളുണ്ട്. അതിലൊരു തിരിച്ചറിവ്, നമ്മളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. നിങ്ങൾ പണക്കാരനായിരിക്കാം, ഒരു പാവപ്പെട്ട വ്യക്തിയായിരിക്കാം, വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. നമ്മൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം. അതിലൊന്ന്, നമ്മൾ ആരെന്നുള്ള ഒരു ബോധ്യമാണ്. എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും തിരസ്കരിച്ചുകൊണ്ട് എനിക്കൊരു അസ്തിത്വമില്ല. എൻ്റെ ശരീരത്തിലോടുന്ന രക്തം, എൻ്റെ ചിന്ത, എൻ്റെ ജീൻ, ഞാനെന്ന വ്യക്തിത്വത്തെ സൃഷ്ടിച്ചത് എൻ്റെ അപ്പനും അമ്മയല്ലേ? അങ്ങനെയെങ്കിൽ അവരെ മറന്നുകൊണ്ട് എനിക്കൊരു ജീവിതമുണ്ടോ? അവരെ ഉപേക്ഷിച്ചുകൊണ്ട്, അവരെ പുറന്തള്ളിക്കൊണ്ട് എനിക്കൊരു ജീവിതമുണ്ടോ? ഇന്ന് പല യുവാക്കളും കുടുംബസ്ഥരായ പലരും ചിന്തിക്കുന്നത്, ഈ അപ്പനും അമ്മയും ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നതാണ്. അടുത്ത കാലത്തൊരു കൊച്ചുകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, തമാശയ്ക്ക് അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞത്, ആ ആൺകുട്ടി വീട്ടിലെ സഹോദരിയോട് പറയുകയാണ്, എടി, കുറെ നാൾ കഴിയുമ്പോൾ പപ്പയും അമ്മയും മരിക്കും. അപ്പൊ പപ്പയുടെ കാറും പപ്പയുടെ ATM ഒക്കെ നമുക്കെടുക്കാം, നമുക്ക് കാർ ഓടിക്കാം, ആ ATM-ൽ കാർ ഇട്ടാൽ പൈസ കിട്ടും, നമുക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഇന്നത്തെ തലമുറയുടെ ചിന്ത ഇത് തന്നെയാണ്. അപ്പന്റെയും അമ്മയുടെയും ആ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഞാൻ ആരാണെന്ന് മറന്നുപോകുന്നു, എന്നെ ഞാനാക്കിയത് ആരാണെന്ന് മറന്നുപോകുന്നു. ഈ ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും ബലഹീനനായ ഒരു ജീവിയാണ് മനുഷ്യൻ. ഒരു ആടിനെയോ മാടിനെയോ കോഴിയെയോ പക്ഷികളിലോ മൃഗങ്ങളിലോ ഏതൊക്കെ ജീവികൾ നോക്കിക്കൊള്ളൂ, എല്ലാ ജീവികളിലും ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 മണിക്കൂറിനകത്ത് ആ പുതിയ ശിശു, ആ ജനിച്ച ജീവി സ്വന്തമായിട്ട് പാല് കുടിക്കും,
അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കും. ചില ജീവികൾക്ക് ഒരാഴ്ചത്തെ കെയർ വേണം, അല്ലെ 15 ദിവസത്തെ കെയർ വേണം. കണ്ണു തുറക്കാത്ത ചില ജീവികളുണ്ട് പ്രസവിക്കുമ്പോൾ. മുയൽ, പൂച്ച, ഇതൊക്കെ 7 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ അത്രയും നാളത്തെ ഒരു കെയർ മാത്രം മതി ആ ജീവികൾക്ക്. അതിനുശേഷം അത് സ്വയമായിട്ട് ജീവിച്ചു കൊള്ളും. പക്ഷെ ഒരു മനുഷ്യ ശിശു 1 വർഷം ഒരു ശിശുവിനെ പരിചരിച്ചിട്ട് സംരക്ഷിച്ചിട്ട് അതിനുപേക്ഷിച്ചാൽ ജീവിക്കാൻ സാധിക്കുമോ? അതിന് സാധിക്കില്ല. അതിനെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്ക പ്രാപ്തിയാക്കിയെടുത്താലേ ആ കുഞ്ഞിന് ഭൂവിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും ഇത്രയും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും അധ്വാനമാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ കണ്ണുനീരാണ്, അവരുടെ ജീവിതമാണ്. ഇത് മറന്നുകൊണ്ടാണ് നമുക്കുള്ള ഇന്നത്തെ ആരോഗ്യത്തിലും സമ്പത്തിലും അഹങ്കരിച്ച് അവരെ കൊണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത്. അപ്പനെയും അമ്മയെയും അഭിമാനമായി കാണണം, അവരെ സംരക്ഷിക്കുന്നത് അഭിമാനമായി കാണണം, അവരെ ഒരു അനുഗ്രഹമായി കാണണം. അതാണ് ഒരു വിശ്വാസിക്ക്, അല്ല ഒരു പൗരന്, ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു വാക്കിനായിട്ട്, നമ്മുടെ ഒരു നോട്ടത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ചിലർക്കൊക്കെ പിണക്കമാണ് അപ്പനോടും അമ്മയോടും. പിണക്കം. കാര്യം എന്താ? സ്വത്ത് ഭാഗം വെച്ചതിൽ അല്പം കുറഞ്ഞു പോയി, കൂടിപ്പോയി. ചിലർക്ക് ചില നിസ്സാര കാര്യങ്ങൾ, ചില വാക്കുകൾ ഞങ്ങളെ പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ഞങ്ങളെ പരിഹസിച്ചു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പനോടും അമ്മയോടും പിണങ്ങിയിരിക്കുന്ന മനുഷ്യരുണ്ട്. ഈ പിണങ്ങുവാൻ തക്ക രീതിയിൽ പ്രാപ്തരാക്കിയതും ഈ മാതാപിതാക്കളല്ലേ? നമ്മളത് ചിന്തിക്കാറില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ മറന്നുപോകുന്നു. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളത്. നമ്മുടെ ഭവനത്തിലെ വൃദ്ധരായിട്ടുള്ളവരും നാമുമായിട്ടുള്ളത് മുറിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു ബന്ധമല്ല അവരുമായി നമുക്കുള്ളത്. ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധമാണ്. ഒരു ഭവനത്തിൽ, ആ ഭവനത്തിലെ മുത്തശ്ശി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട് ഞാൻ വേഗത്തിൽ അവിടേക്ക് ഓടിച്ചെന്നു. അതിലെ പോയ ഒരാൾ പറഞ്ഞതാണ്, ആ വീട്ടിലെ അമ്മച്ചി മരിച്ചുപോയി. കേട്ടോടെ തന്നെ ഞാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഈ അമ്മച്ചി കിടന്ന വീടിന്റെ വാതിൽ ആ വീട്ടിലെ അപ്പനും ആ വീട്ടിലെ അമ്മയും കൂടെ അടച്ചിരിക്കുകയാണ്. അമ്മച്ചിയുടെ ശരീരം ആ മുറിക്കകത്തുണ്ട്. അതിനകത്ത് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ആ വീടിന്റെ പുറത്ത് ഞാൻ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞകത്ത് കയറിയപ്പോൾ ഇവർ ആ സമയം കൊണ്ട് ആ ഭവനത്തിന്റെ ആ മുത്തശ്ശി കിടന്ന റൂമിന്റെ തറ വൃത്തിയാക്കുകയായിരുന്നു. കഴുകുകയാണ് അവർ. കഴുകി വൃത്തിയാക്കി തുടച്ച്. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ആ മുറി വൃത്തികേടായി കിടക്കുകയായിരുന്നു. ആ മുറി അലങ്കോലമായി കിടക്കുകയായിരുന്നു. മറ്റൊരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ അപ്പനെയും അമ്മയെയും ആ മുത്തശ്ശിയെ അത്തരത്തിൽ കിടത്തിയതിന് വഴക്ക് പറയും. ഇത്രയും മോശമായ അവസ്ഥയിലാണ് ഈ മുത്തശ്ശിയെ കിടത്തിയിരുന്നതെന്ന് കാണുന്നവർ പരാതി പറയും. അത് പറയാതിരിക്കാൻ വേണ്ടി അവർ വൃത്തിയാക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മാതാപിതാക്കൾ, ഈ ഭവനത്തിലുള്ള ഈ അമ്മച്ചിയുടെ മക്കൾ, അവർക്ക് നാളെ വാർദ്ധക്യം ഉണ്ടാവുമല്ലോ. അവരെ മക്കൾ ഇവരെ സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? എന്ത് ബന്ധമാണ് മാതാപിതാക്കളുമായിട്ട് ഇന്നത്തെ തലമുറകൾക്കുള്ളത്? പല ഭവനങ്ങളിൽ കാണുന്ന കാര്യമാണ്. ദുർഗന്ധത്തോടെ, ആഹാരമില്ലാതെ, രോഗത്തിൽ വേദനയോടെ കഷ്ടപ്പെട്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന മാതാപിതാക്കൾ. പ്രിയമുള്ളവരെ, ആ ബന്ധം തകർക്കാൻ കഴിയുന്ന ഒരു ബന്ധമല്ല. ആ ഒരു ബോധവും നമുക്കുണ്ടാകുന്നു. അവർ കൈവിട്ടു പോയതിനു ശേഷം അവരുടെ കുഴിമാടത്തിൽ വിലയേറിയ പൂക്കൾ കൊണ്ടുള്ള ഒരു സ്നേഹോപകാരം കൊണ്ട് അർപ്പിച്ചാൽ എന്ത് പ്രയോജനം അതുകൊണ്ട്? അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് എന്ത് പ്രയോജനം? നാട്ടുകാരെ കാണിക്കുമെന്നുള്ളതല്ലാതെ.
പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. മറ്റൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടുന്നത്, നമ്മൾ ഓരോരുത്തരും വാർദ്ധക്യത്തിൽ എത്തിച്ചേരും എന്നൊരു ബോധ്യം ഉണ്ടാകണം. വചനം പറയുന്നത് വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും. എന്താണ് ഇന്ന് വിതയ്ക്കുന്നത്? അത് നാളെ കൊയ്യും. ഇന്ന് നമ്മുടെ അപ്പനും അമ്മയ്ക്കും എന്താണ് ഞാൻ നൽകുന്നത്, നാളെ അത് എൻ്റെ തലമുറ എനിക്ക് നൽകും. ഒരു സുന്ദരമായൊരു കഥ ഇപ്രകാരമാണത്. ഒരു ഭവനത്തിൽ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിയെ അവരുടെ മക്കൾ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാറില്ല. അവർക്ക് ആവശ്യമുള്ളതൊന്നും കൊടുക്കാറില്ല. എന്തുണ്ടെങ്കിലും അവർക്ക് ആർക്കും വേണ്ടാത്തതാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു ദിവസം ഈ മുത്തശ്ശി പറഞ്ഞു, മോനെ, നല്ല തണുപ്പുണ്ട്, ഈ തണുപ്പത്ത് എനിക്ക് ജീവിക്കാൻ വളരെ പ്രയാസം, എനിക്ക് നീ പുതയ്ക്കാൻ എന്തെങ്കിലും തരണം, പുതയ്ക്കാൻ. വീട്ടിൽ നല്ല കമ്പിളി വസ്ത്രങ്ങളുണ്ട്, നല്ല പുതപ്പുകൾ, ബെഡ്ഷീറ്റുകളെല്ലാം ആ ഭവനത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഈ അമ്മച്ചിക്ക് അവർ കൊടുക്കാറില്ല. ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് പുതയ്ക്കാൻ എന്തെങ്കിലും തരണം. ഇത് കേട്ട് ആ വീട്ടിലെ ഈ അമ്മച്ചിയുടെ മകൻ കൊച്ചുമോനോട് പറഞ്ഞു, മോനെ, നീ അമ്മച്ചിക്ക് ഒരു ചാക്ക് എടുത്ത് കൊടുക്ക്. അപ്പുറത്തൊരു ചാക്ക് കിടപ്പുണ്ട്, ആ ചാക്കെടുത്ത് അമ്മച്ചിക്ക് കൊടുക്ക്, മൂടാനായിട്ട്, പുതയ്ക്കാനായിട്ട് ആ ചാക്കെടുത്ത് നീ കൊടുക്ക് എന്ന് ഈ കൊച്ചുമോനോട് അമ്മച്ചിയുടെ മകൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചുമകനെ കാണാനില്ല. ആ വീട്ടിലെ ആ അമ്മച്ചിയുടെ മകൻ പോയി നോക്കിയപ്പോൾ കൊച്ചുമകൻ അവിടെ ഇരുന്ന് ഈ ചാക്കിനെ ഒരു കത്രിക കൊണ്ട് മുറിക്കുകയാണ്, രണ്ടായിട്ട് മുറിക്കുകയാണ്. അപ്പൊ മോൻ ഭാര്യ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടീ, നീ കണ്ടോ, നമ്മളെക്കാളും അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്. നമ്മൾ ആ അമ്മച്ചിക്ക് ചാക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അവരുടെ ചാക്ക് ഫുള്ള് കൊടുക്കാതെ അതിനെ മുറിച്ച് പകുതിയാക്കുകയാണ്. കണ്ടോ, അവൻ നമ്മളെ മോൻ തന്നെ. എന്നിട്ട് ഈ ഇദ്ദേഹം ചോദിച്ചു, മോനെ, നീ എന്തിനാ ഈ ചാക്ക് രണ്ടാക്കുന്നത്? നീ അത് മുഴുവനെ കൊണ്ടുവന്ന് അങ്ങ് അമ്മച്ചി കൊടുക്കാത്തത്, മുറിക്കാതെ അതിനെ അമ്മച്ചിക്ക് കൊടുക്കാത്തത് എന്ത്? അപ്പോ ഈ കുഞ്ഞു പറഞ്ഞ മറുപടി ഇപ്രകാരമാണത്രേ. ആ കുഞ്ഞു പറഞ്ഞു, പപ്പ, ഇന്ന് മുത്തശ്ശി പുതയ്ക്കുവാനായി ചോദിച്ചപ്പോൾ ചാക്ക് കൊടുക്കാനായിട്ട് പപ്പ പറഞ്ഞില്ലേ? നാളെ പപ്പ വയസ്സാകും, പപ്പയും ഇതുപോലെ തണുക്കും. പപ്പ പറയും, മോനെ, എനിക്ക് പുതയ്ക്കാൻ എന്തെങ്കിലും തരണം. ഒരുപക്ഷെ അന്ന് എനിക്കൊരു ചാക്ക് കിട്ടിയില്ലെങ്കിലോ, ഇന്ന് ഞാൻ ഇതിന്റെ പകുതി മുറിച്ച് വച്ചിരിക്കുകയാണ് നാളെ പപ്പയ്ക്ക് തരാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് ആ കുഞ്ഞിന്റെ പപ്പ, ആ മുത്തശ്ശിയുടെ മകൻ, ആകെ വിഷമത്തിലായിപ്പോയി. പ്രിയമുള്ളവരെ, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് സമൂഹത്തിന്റെ നീതിയും ദൈവീക നീതിയും. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ ഞാൻ സംരക്ഷിക്കുമോ, അതുപോലെ ദൈവമേ, എൻ്റെ മക്കളെ എന്നെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ധൈര്യം ഉണ്ടാകണം. അത്തരത്തിൽ നമ്മുടെ മാതാപിതാക്കളെ കരുതുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അമ്മയ്ക്ക് തുല്യമായി വേറൊരാളുമില്ല, അപ്പന് തുല്യനായി വേറൊരു മനുഷ്യനുമില്ല. ഈ ഭൂമിയിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ അപ്പനും അമ്മയും. നിങ്ങൾ നന്നായിരിക്കണമെന്ന്, നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകരുതെന്ന്, നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേര്, അത് അപ്പനും അമ്മയുമാണ്. നിങ്ങൾക്ക് സമ്പത്തുണ്ടായിരിക്കാം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്തതും നിങ്ങളുടെ അപ്പനെയും അമ്മയുമാണ്. ബാക്കി എന്ത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് നേടാം, വ്യത്യസ്തമായത് നിങ്ങൾക്ക് നേടാം. പക്ഷേ അപ്പനെയും അമ്മയും നേടാൻ സാധിക്കില്ല. നിങ്ങൾ പറയും, അവർക്ക് സമ്പത്തില്ല, അവർക്ക് അറിവില്ല, അവർക്ക് കഴിവില്ല, അവർക്ക് ജ്ഞാനമില്ല, അവർക്ക് എന്തോന്നുണ്ട്, അവർക്ക് ഒന്നുമില്ല, ഒരു ഗുണമില്ലാത്തവരാണ്. പക്ഷെ ഒന്നുണ്ട്, അവർക്ക് നിങ്ങളെ ദൈവം നൽകി. ആ നിങ്ങളെ അവർ വളർത്തി വലുതാക്കി, നിങ്ങളെ സംരക്ഷിച്ചു, നിങ്ങളെ ഈ തരത്തിൽ ഉയർത്തിയെടുക്കുവാൻ അവർക്ക് ദൈവം അവസരം കൊടുത്തു. അതുപോലെ അവരെ മാനിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ കുറവുകളോടെ തന്നെ. ചിലർ വഴക്ക് പറയുന്നവർ, മുറുമുറുക്കുന്നവർ, പിറുപിറുക്കുന്നവർ, ചീത്തവാക്ക് പറയുന്നവർക്ക് ആയിരിക്കാം മാതാപിതാക്കൾ. ആയിക്കോട്ടെ, അവരെ ആ കുറവുകളോടെ തന്നെ അവരെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്,
എൻ്റെ മുത്തശ്ശനാണ്, എൻ്റെ മുത്തശ്ശിയാണ്, എൻ്റെ സമൂഹത്തിലെ ഒരു വയോധികനായ വ്യക്തിയാണ്. അത്തരത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ സമൂഹം അനുഗ്രഹമാകും. അങ്ങനെ വരുമ്പോൾ ഈ ബസ്സിലൊക്കെ ബോർഡ് വെച്ചിട്ടില്ലേ, വയോധികർക്കുള്ള സീറ്റ്, സീനിയർ സിറ്റിസൺ എന്ന് എഴുതി വെച്ചിരിക്കത്തില്ലേ, ആ ബോർഡിൻ്റെ ആവശ്യം വരില്ല. ആ ഒരു ബോധ്യത ഉണ്ടാകുമ്പോൾ സീനിയർ സിറ്റിസന് വേണ്ടി പ്രത്യേക സംവരണം ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളും ഇരിപ്പിടങ്ങളും ഒന്നും വേണ്ടി വരില്ല. നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ കരുതാം, സംരക്ഷിക്കാം. അനുഗ്രഹമായ ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവം നന്മ നൽകട്ടെ.